ആകെ മൊത്തം പ്രശ്നമാണ് ഗൈസ്. കംപ്ലൈനിങ് സ്റ്റാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ പുതിയ പ്രശ്നം? ഇത്രയും നാൾ ഒരു നാട്ടുകാരായിരുന്നു പ്രശ്നം. ഇപ്പൊ അവന്റെ സ്വന്തം വീട്ടുകാർ, അമ്മയും അനിയത്തിയും അവന് പ്രശ്നക്കാരായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെക്കള അവൻ നന്നാവൂല. അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടനാ. ഇതാണെങ്കിൽ എന്താണ് പ്രശ്നം? വീട്ടുകാരെ കുറിച്ചുള്ള കംപ്ലൈന്റ്, വീട്ടുകാരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. ചുരുക്കി പറഞ്ഞ അമ്മയും നാട്ടുകാരും ഇവനെയൊക്കെ അടിച്ചിറക്കി അറിയാൻ കഴിയുന്നത് അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് വാ തുറന്ന കാരണം തടികളൊന്ന് വർത്താനേ പറയും. ഇവനൊരു ചേട്ടനാണോ? സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ ഇവന് പറയുന്നത്. ഇവന് അങ്ങനെ ഒരു ബോധമുണ്ടോ? പിച്ച വെച്ച നാള് മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന സ്വന്തം പെങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ. എന്ത് തോന്നിയോസാ പറയണേ? നിന്റെ ലെവൽ ഇപ്പം നീ എത്രമാത്രം തരം താഴാമെന്ന് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായി. ഇത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. നീ ഇപ്പോഴാടാ കുട്ടാ, നീ ശരിക്കും പ്രശ്നേഷായത്. നാട്ടുകാർക്ക് മാത്രമുള്ളതും പ്രശ്നേഷ്, ഇപ്പം വീട്ടുകാർക്ക് പോകും പ്രശ്നേഷായി. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ഒരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. തല്ലി കിട്ടിയാലും മാത്രം പോരാ, അത് മാർക്കറ്റ് ചെയ്യാനും കൂടി അറിയണം. ഇന്നിപ്പം ഞാൻ ആരാ? ഇപ്പോഴാടാ കുട്ടാ, നീ ശരിക്കും പ്രശ്നേഷായത്. ഓരോരോ വാണങ്ങളെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഈ ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്യുന്ന രോഹിത്തിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത്. ഉപദ്രവിച്ചു എന്റെ മുഖത്തോട്ട് തുടർച്ചയായി 4 വട്ടം, കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. പബ്ലിക് സർവന്റ് പബ്ലിക്കിനോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മര്യാദയ്ക്ക് ഇടപെടണം, ഇല്ലേ ഇടിച്ച് അച്ചാറാക്കി കളയും. ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് എന്നെ ഉപദ്രവിച്ചത്. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്.